നമ്മൾ സി ഒ പിയുടെ 10ാമത്തെ സ്റ്റാൻഡേർഡിൽ 11 ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണെന്ന് കണ്ടിരുന്നു. അതിൽ 9ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ മോണിറ്ററിങ് വളരെ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഏറ്റവും കുറഞ്ഞ് അത് ആ ലേബർ ടൈം ഫുള്ള് അത് ഹാൻഡിൽ ചെയ്തിരിക്കണം. ലേബർ ടൈം എപ്പോഴാണ് എൻഡ് ചെയ്യുന്ന ഡെലിവറി നടക്കുമ്പോൾ. അപ്പോൾ ഒരു ലേബർ ടൈം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ ഇടവേളകളിൽ തന്നെ നമുക്ക് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മോണിറ്ററിങ് പോസിബിൾ ആയിരിക്കണം. ആ മോണിറ്ററിങ്ങിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആൾവേസ് കഴിയുന്നത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. കാരണം അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുള്ളതാണ്. അതുപോലെയാണ് ആ ഒരു പോസ്റ്റ് നാറ്റൽ മോണിറ്ററിങ്. പോസ്റ്റ് പാർട്ടം ഹെമറേജ് പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ വളരെ ചെറിയൊരു അശ്രദ്ധയിൽ ഡേഞ്ചർ സീസണിലേക്ക് പോയി ഒരു AKIയിലേക്ക് പോയി ഒരു സീരിയസ് അഡ്മിഷൻ പ്രോസസ്സ് ഡയാലിസിസിലേക്കൊക്കെ പേഷ്യൻ്റ് പോയേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോസ്റ്റ് പാർട്ടം ഹെമറേജ് നമുക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒരു ലേബർ പ്രോഗ്രഷൻ ടൈം മുതൽ പോസ്റ്റ് നാറ്റൽ മോണിറ്ററിങ് വരെ വളരെ കൃത്യമായി നടത്തുകയും മോണിറ്റർ ചെയ്യുക, അത് ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്ത് തന്നെ പോകണം. COP 10I 9ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ്, അപ്രോപ്രിയേറ്റ് പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ മോണിറ്ററിങ് ഈസ് പെർഫോംഡ്.